ഒരു പ്രോബ്ലം ചെയ്യാം. രണ്ട് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത് 12+j16. അപ്പോൾ j+16 ആയതുകൊണ്ട് j16 ആയതുകൊണ്ട് ഇൻഡക്ടറായിട്ട് വരച്ചു. j20 ആയതുകൊണ്ട് കപ്പാസിറ്ററായിട്ട് വരച്ചു. ബ്രാഞ്ച് എ ബി എന്ന് കൊടുത്തു. വോൾട്ടേജ് 200 ആംഗിൾ 53.8 ആണ്. 1/12 ആവുമ്പോൾ 12-j16 കൊണ്ട് ഗുണിക്കുന്നു. 12-j16 12+j16 12 ദാറ്റ് ഈസ് 400. 12-j16/400 -0.03 -j0.04. അഡ്മിറ്റൻസ് ബി ബ്രാഞ്ചിൽ 1/ZB. 1/10 -j20 മുകളിലും താഴെയും 10+j20 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 10² + 20² 500. ഈ വാല്യൂ ഞാൻ അപ്പുറത്ത് ഇമ്പിഡൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 0.02 + j0.04 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇമ്പിഡൻസ് സെഡിൻ്റെ വാല്യൂ ആണല്ലോ 10² + √10² + 20². ടോട്ടൽ അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ YA + YB ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ ടേം ഇല്ലാതെയായി. 0.03 + 0.02 0.5 ആംഗിൾ 0 ആണ്. അപ്പോൾ ഹോൾ സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്തത് വോൾട്ടേജിനെയും ഞാൻ റെക്റ്റാങ്കുലർ ഫോമിലോട്ട് മാറ്റിയിട്ടുണ്ട്. 200 cos 53.8 + j sin 53.8. cos 53.8 എന്ന് പറഞ്ഞാൽ 0.6ഉം sin 53.8 എന്ന് പറഞ്ഞാൽ 0.8ഉം ആണ്. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ 200 × 0.8 200 2 × 6 എന്ന് പറഞ്ഞാൽ 12 പിന്നെ 0 വെച്ച് 120. 200 × 0.8 ആകുമ്പോൾ 160. കറണ്ട് I1 മാത്രം കാണാൻ V × YA1 YA ബ്രാഞ്ച് എ 120 × j 160 × 0.03 -j0.04 ഗുണിച്ചാൽ 10 മാത്രമാണ്. 10 ആംപിയർ മാത്രമാണ് കിട്ടുന്നത്. അതിന് റിയൽ പാർട്ടില്ല, സോറി ഇമാജിനറി പാർട്ടില്ല. V × YB എന്ന് പറഞ്ഞാൽ ഈ 120 × j160 എന്ന് പറയുന്നത് ഏതാണ്? വോൾട്ടേജ് ആണ്. YB എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 0.02 + j0.04 എന്ന് കണ്ടുപിടിച്ചു. രണ്ടും കൂടി ഗുണിച്ചാൽ -4 + j8 വരും. ഇത് ലീഡിംഗ് ആണ്. അപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടും കൂടെ കണ്ടുപിടിച്ചു. മറ്റേ 10 മാത്രമല്ലേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചപ്പം √4² + 8² 8.9 വരും. ടാൻ ഇൻവേഴ്സ് 8/-4j എന്ന് പറഞ്ഞാൽ -63.4 ഡിഗ്രിയും വരും. പവർ ഫാക്ടർ ഹോൾ സർക്യൂട്ട് എന്ന് പറയുന്നത് ടോട്ടൽ അഡ്മിറ്റൻസിനകത്ത് റെസിസ്റ്റൻസ് പാർട്ട് മാത്രം ആംഗിൾ 0 ആയതുകൊണ്ട് cos 0 1 യൂണിറ്റി പവർ ഫാക്ടർ ആണ്. അപ്പോൾ ഇതിലെ ഓരോ ബ്രാഞ്ചിലെയും ഡിറ്റർമിൻ KVA KVAR KW കാണാൻ പറഞ്ഞതുകൊണ്ട് ഹോൾ സർക്യൂട്ടിലെ പവർ ഫാക്ടർ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. കാണാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ IAയും ഇവിടെ കണ്ടിട്ടുണ്ട്, IBയും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ cos 5A ആണ് വേണ്ടത്. ദാറ്റ് ഈസ് RA/Z ചെയ്താൽ മതി. RA നമുക്ക് തന്നിട്ടുണ്ട് 12 /ZA എന്ന് പറയുന്നത് 20. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു √12² + 16² എന്ന് പറഞ്ഞാൽ 400 ആണ്. 400ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ √2 ആണ്. അല്ല സോറി √400 എന്ന് പറഞ്ഞാൽ 20 ആണ്.
12/20 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. സൈൻ 5 എന്ന് പറഞ്ഞാൽ എക്സ് എ ഡിവൈഡഡ് ബൈ ആർ എ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ജെ 16 ആണ്. 16/20 ആണ്, അതായത് 0.8 ആണ്. അപ്പോൾ എ ബ്രാഞ്ചിലെ കെ വി എ എന്ന് പറയുന്നത് 10 ഇൻറ്റു 200 ഇൻറ്റു 200 എഴുതാൻ മതി, 2000 വി ആയത് 2 കെ വി ആയി. ബ്രാഞ്ച് എയിലെ കെ വി ആർ എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 10 ഇൻറ്റു കോസ് 5 ആണ്. 2000 ഇൻറ്റു 0.8 1.6 കെ വി എ ആർ ആണ്. കെ ഡബ്ല്യു എന്ന് പറയുന്നത് 200 ഇൻറ്റു 10 ഇൻറ്റു സൈൻ 5 ആണ്. അത് മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.6 ആണെന്ന്. അപ്പോൾ 1.2 കിലോ വാട്ടാണ്, 1200 വാട്ടാണ്. ബ്രാഞ്ച് ബിയിൽ നമുക്ക് -4J8 ആണ്, 8.9 ആണ് മാഗ്നിറ്റ്യൂഡ് വരിക. ഞാനത് 9 ആക്കി എടുത്തിട്ടുണ്ട്. അവിടെയും ഞാൻ അതേ പണി തന്നെ ചെയ്തു. കോസ് 5A എന്ന് പറഞ്ഞാൽ RB/ZB കണ്ടു, 10/√500. അതേപോലെ തന്നെ √500ൻ്റെ വാല്യൂ ആണ് 22.4 എന്ന് പറയുന്നത്. 20/√500. കെ വി എ ബ്രാഞ്ച് ബി എന്ന് പറയുന്നത് 200 ഇൻറ്റു 9, അതിന് കോസും സൈനൊന്നുമില്ല, 1800, 1.8 വി എ. കെ വി എ ബ്രാഞ്ച് ബിയിൽ 200 ഇൻറ്റു സൈൻ ബി എന്ന് പറഞ്ഞാൽ 1800 ഇൻറ്റു 20/√500, ദാറ്റ് ഈസ് 1.610 കെ വി ആർ. അതേപോലെ ബ്രാഞ്ച് ബിയിൽ 200 ഇൻറ്റു 8 ഇൻറ്റു കോസ് 5B ആണ്, 1800 ഇൻറ്റു 1600 ഇൻറ്റു ആണ്, 1600. അതിന് 18 200 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 1600 ആണ്. 1600 ഇൻറ്റു അതിന് തെറ്റുണ്ട് അല്ലേ, അതായത് 9 ആണ് വോൾട്ടേജ്. അപ്പോൾ 1800 തന്നെ, 1800 തന്നെ. 9 ആണ് നമ്മൾ കറണ്ട്. കാരണം √4² പ്ലസ് 8² എന്ന് പറഞ്ഞാൽ 8.9 വരും. അതിനെയാണ് 8.9നെയാണ് 9 നിർത്തിയിരിക്കുന്നത്. ഇപ്പം 200 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 1800. 1800 ഇൻറ്റു 10/22.10 10/22.4 എന്ന് പറഞ്ഞാൽ 805 വാട്ടേ ഉള്ളൂ. 805 വാട്ട് ആ വാല്യൂ വരുള്ളൂ. അപ്പോൾ ഓരോ ബ്രാഞ്ചിലെയും കെ വി എയും കെ വി എ ആറും കെ ഡബ്ല്യുയും വെവ്വേറെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് വോൾട്ടേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ കോസ് 5 ചെയ്യേണ്ടടുത്ത് കെ ഡബ്ല്യുവിന് കോസ് 5ഉം കെ വി എ ആറിന് സൈൻ 5ഉം ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.